ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ നിർണായകമായ ഒരു മാറ്റത്തിന് തിങ്കളാഴ്ച മുതൽ തുടക്കമാവുകയാണ്. ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന ഉയർന്ന നിരക്ക് പരിധി പിൻവലിക്കുന്നതോടെ ടിക്കറ്റ് നിരക്കുകൾ നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം വിമാന കമ്പനികൾക്ക് ലഭിക്കും. വിപണിയിലെ ഡിമാൻഡും വിതരണവും അനുസരിച്ച് നിരക്കുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കമ്പനികൾക്ക് ഇനി സാധിക്കും. സ്വതന്ത്ര വിപണിയിലേക്ക് വ്യോമയാന മേഖല മാറുമ്പോൾ അത് യാത്രക്കാരെയും വിമാന കമ്പനികളെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ ഒരു ചർച്ചയ്ക്ക് വഴിമാറുകയാണ്. 2025 ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ ആഭ്യന്തര വിമാന ടിക്കറ്റുകൾക്ക് ഉയർന്ന പരിധി നിശ്ചയിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ സർവീസുകൾ സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെടുകയും ഇതിനെ തുടർന്ന് മറ്റ് കമ്പനികൾക്ക് ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു സർക്കാരിന്റെ ഈ ഇടപെടൽ. യാത്രക്കാരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അന്നത്തെ ഈ തീരുമാനം. വൺ വേ ഇക്കോണമി ടിക്കറ്റുകൾക്ക് ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി 18,000 രൂപ വരെ മാത്രമേ ഈടാക്കാവൂ എന്നതായിരുന്നു പ്രധാന വ്യവസ്ഥ. എന്നാൽ ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ വർധനവ് വിമാന ഇന്ധനമായ ATFന്റെ വില കുതിച്ചുയരാൻ കാരണമായി. ഒരു വിമാന കമ്പനിയുടെ പ്രവർത്തന ചെലവിന്റെ 40% ഇന്ധനത്തിനായാണ് ചിലവാക്കുന്നത്. ടിക്കറ്റ് നിരക്കിൽ നിയന്ത്രണം തുടരുന്നത് വൻ നഷ്ടത്തിലേക്ക് നയിക്കുമെന്ന് കാണിച്ച് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് സർക്കാരിനെ സമീപിച്ചു. ഈ സാഹചര്യത്തിലാണ് വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കാൻ നിരക്ക് നിയന്ത്രണം നീക്കാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം തീരുമാനിച്ചത്. ഇനി മുതൽ വിമാന കമ്പനികൾക്ക് ഡൈനാമിക് പ്രൈസിംഗ് രീതി കൂടുതൽ കാര്യക്ഷമമാക്കി നടപ്പിലാക്കാൻ സാധിക്കും. ഇതിന്റെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, അവധിക്കാലങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയിൽ ടിക്കറ്റ് നിരക്ക് മുൻപത്തെ പരിധിക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മരണം, ചികിത്സ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കായി അവസാന നിമിഷം ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇനി വലിയ തുക നൽകേണ്ടി വരും. 18,000 രൂപ എന്ന പരിധി ഇല്ലാത്തതിനാൽ ഡിമാൻഡ് കൂടുതലുള്ള റൂട്ടുകളിൽ ഇനി നിരക്ക് ഉയരാം. ഓഫ് സീസണുകളിൽ യാത്രക്കാരെ ആകർഷിക്കാൻ വിമാന കമ്പനികൾ തമ്മിൽ മത്സരമുണ്ടാകും. ഇത് ചിലപ്പോൾ ടിക്കറ്റ് നിരക്ക് കുറയാൻ കാരണമാവുകയും ചെയ്തേക്കാം. വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം വലിയൊരു ആശ്വാസമാണ്. ഇന്ധനവില വർധനവ് മാത്രമല്ല, വിമാനങ്ങളുടെ സ്പെയർ പാർട്ടുകളുടെ ലഭ്യതക്കുറവും ഡോളറിന്റെ മൂല്യവർദ്ധനവും കമ്പനികളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. നിരക്ക് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടെ പ്രവർത്തന നഷ്ടം നികത്താനും കൂടുതൽ പുതിയ വിമാനങ്ങൾ സർവീസിലേക്ക് എത്തിക്കാനും കമ്പനികൾക്ക് സാധിക്കും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യോമയാന മേഖലയുടെ വളർച്ചയ്ക്ക് ഗുണകരമാകും. ടിക്കറ്റ് നിരക്കുകൾ സ്വതന്ത്രമാക്കിയെങ്കിലും യാത്രക്കാരെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. പീക്ക് ഡിമാൻഡ് സമയങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും അന്യായമായ നിരക്ക് വർധന ഉണ്ടാകുന്നുണ്ടോ എന്ന് സർക്കാർ നിരീക്ഷിക്കും. പൊതു താൽപര്യം മുൻനിർത്തി ആവശ്യമെങ്കിൽ വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ മടിക്കില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വിപണിയിലെ മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒരു വാച്ച് ഡോഗായി സർക്കാർ പ്രവർത്തിക്കുമെന്ന് ചുരുക്കം. പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ യാത്രക്കാർ ചില മുൻകരുതലുകൾ എടുക്കുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സഹായിക്കും. നിരക്ക് നിയന്ത്രണം ഇല്ലാത്തതിനാൽ യാത്രയ്ക്ക് 30-60 ദിവസം മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വലിയ ലാഭമുണ്ടാക്കും. ഗൂഗിൾ ഫ്ലൈറ്റ്സ് അല്ലെങ്കിൽ മറ്റ് ട്രാവൽ പോർട്ടലുകൾ വഴി നിരക്കുകൾ താരതമ്യം ചെയ്ത് ഏറ്റവും കുറഞ്ഞ നിരക്ക് കണ്ടെത്തുക. വാരാന്ത്യങ്ങൾ ഒഴിവാക്കി ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ യാത്ര പ്ലാൻ ചെയ്യുന്നത് നിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഇന്ത്യൻ വിമാനയാത്രാ രംഗം പൂർണ്ണമായ സ്വതന്ത്ര വിപണിയിലേക്ക് മടങ്ങുകയാണ്. ഇത് വിമാന കമ്പനികൾക്ക് ബിസിനസ് വളർത്താൻ അവസരം നൽകുമെങ്കിലും സാധാരണക്കാരായ യാത്രക്കാർക്ക് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. ഇന്ധനവിലയിലെ ഏറ്റക്കുറച്ചിലുകളും വിപണിയിലെ മത്സരവും വരും മാസങ്ങളിൽ ടിക്കറ്റ് നിരക്കുകൾ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കും. സർക്കാർ പറയുന്നത് പോലെ വിമാന കമ്പനികൾ അമിത ലാഭേച്ഛയില്ലാതെ ന്യായമായ നിരക്കുകൾ ഈടാക്കിയാൽ മാത്രമേ വ്യോമയാന മേഖലയിൽ ഈ പരിഷ്കാരം പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കുകയുള്ളൂ.